വല്ല മരുന്ന് വല്ല വാങ്ങിച്ച് കഴിച്ചായിരുന്നോ? വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നോ? ഡോക്ടർ മരുന്ന് തന്നോ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഞാൻ കൊണ്ട് കാണിച്ചായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ ഡോക്ടർ പറഞ്ഞ് ഇത് വല്ലാത്തൊരു അസുഖമാണ്. ഈ അസുഖത്തിനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ട്രിപ്പിലാന്തസ് കുന്തിയാന ലിലി ബ്ലാബിൽസി എന്ന് പറയുന്ന വലിയൊരു അസുഖമാണെന്ന്. മെഡിക്കൽ സയൻസ് ഇതുവരെയായിട്ട് ഇതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മെഡിക്കൽ സയൻസ് ആര് അന്തം വിട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 5:30 മണിവരെ ഇങ്ങനെ നോക്കിയോണ്ട് ഇന്നാ മതിയാ. പിന്നെ എന്റെ പല്ലടിച്ചളക്കണ്ടേ? അത് ചെയ്യാതെ മോഹനാ. ഓ, നീ ഇവിടെ പിച്ചുവോ മാന്തുവോ എന്തൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. പിച്ചോ മാന്തം ചെയ്യാൻ ഞാൻ കരടിയൊന്നും അല്ലല്ലോ അമ്മ. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ 1-2 കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കും. അങ്ങനെയല്ലല്ലോടാ ഞാൻ അറിഞ്ഞത്. എന്തമ്മ നീ അവളെ തല്ലി കൊല്ലാതാക്കി നല്ലോ. ആര് പറഞ്ഞു? അവള് പറഞ്ഞു. നീ പറഞ്ഞു സിന്ധു എന്നെ വല്ല കിണറ്റിച്ചാണ് ചാവും കാല ഞാൻ. എടീ ബാലരാമർ സിന്ധു, ഈ പൂച്ചാണ്ടി സിന്ധു കുടുംബക്കാരുടെ മുമ്പിൽ എങ്ങനെ എന്റെ അമ്മയെ തല്ലുന്നേ, എന്റെ കൈ പിടിച്ച് തിരിക്കുന്നേ, എന്റെ മുടി നൂറാ. അയ്യോ എനിക്ക് വയ്യാതെ, എന്നെ കൊല്ലുവേ. അയ്യോ എന്റെ പെടലേ. അയ്യോ തല്ലിയില്ലല്ലോ, വെറുതെ ഓങ്ങിയതല്ലേ ഉള്ളു. ഇത് തന്നെ കുഞ്ഞെഴുത്തി സ്ഥിരം കുടുംബത്തെ കിടക്കുന്നേ. ഞാൻ ഇങ്ങനെ ഓങ്ങത്തേ ഉള്ളു. എവിടെ കിടന്ന് മോങ്ങ? നാട്ടുകാര് പയ്യന്മാര് വന്ന് എന്നെ പഞ്ഞിക്കിട്ടിട്ട് അങ്ങ് പോകും. നിങ്ങൾ ഇവിടെ ഇങ്ങനെ മുടിപ്പതിച്ചിരുന്നു. ഇവിടെ കഞ്ഞി വെക്കാൻ ഒരു തരി അരിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണിക്ക് പോയിക്കൂടെ? നീ പുറത്തോട്ട് നോക്ക്, എന്തോ മഴ. 2 ദിവസമായിട്ട് നല്ല മഴയല്ലേ. ഈ മഴയത്ത് ഞാൻ എന്തോ ജോലിക്ക് പോകാനാ? 2 ദിവസത്തിലാണ് മഴ തുടങ്ങിയിട്ട്. അതിന് നല്ല വെയിലായിരുന്നല്ലോ. നിനക്കറിയത്തില്ലേ, ഈ വെയിൽ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് വേർപ്പിന്റെ അസുഖമുള്ളതല്ലേ. നിങ്ങൾ ഒരു പണിക്ക് പോകത്തില്ലെന്ന് തീരുമാനിച്ചു വെച്ചേക്കുവാ. നീ അപ്പുറത്തെ ആ രമണി ഒന്ന് നോക്ക്. അവരാണ് എല്ലാ ദിവസവും തൊഴിലുറപ്പിന് പോകുന്നത്. അങ്ങനെയാണ് ഈ കുടുംബത്തെ പറഞ്ഞ പെണ്ണുങ്ങൾ. ഓ, അപ്പൊ ഞാൻ ഇനി തൊഴിലുറപ്പിന് പോയിട്ട് കഴിക്കാൻ നിൽക്കുവോ നിങ്ങള്? തൊഴിലുറപ്പിന് മാത്രമല്ല, അപ്പുറത്തെ പമ്പില് പെട്രോൾ അടിക്കാൻ ആളെ വേണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇനി അവിടെയും കൂടെ പോകാം. ഓ, അത് നിനക്കൊരു ബുദ്ധിമുട്ടാണ്. അയ്യോ ഇല്ല. എടി, ഒരാള് ഒരു കൂലിപ്പണിക്ക് ഒരു ദിവസം പോയാൽ എത്ര രൂപ കിട്ടും? ഒരു 900-1000 കിട്ടും. കിട്ടുവേ. ഞാൻ വിചാരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? 1 മണിക്കൂർ ജോലി ചെയ്താൽ ഒരു 50,000 രൂപ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് ആലോചിച്ചെന്തെങ്കിലും വഴി കിട്ടിയോ? ഞാൻ ആലോചിച്ചാലും പകുതി വഴിക്ക് വന്നേ. അന്നേരത്തെ ഒരു കാട്ടുപോതെടുത്ത് കുറുകിയ ചാടി. നീ വന്നില്ലേ ജോലിക്ക് പോകാൻ പറഞ്ഞോണ്ടേ? ഓ, നിങ്ങൾ മാത്രം ഒരു കാലം തന്നാ മതില്ല.